ചലഞ്ചാണ്. അപ്പൊ ഗൈസ് നമ്മള് എന്തിലും കൂട്ടി വിളിക്കും. ഹലോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും ത്രില്ലിസന്റെ വീഡിയോക്ക് സ്വാഗതം. അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ചലഞ്ചാണ് അല്ലെ, പിക്ചർ ഡ്രോയിങ് ചലഞ്ച് ആണ്. യെസ്, പിക്ചർ ഡ്രോയിങ് ചലഞ്ച് ആണ്. എന്താന്ന് വെച്ചാല് ഇവളൊരു സാധനം ഇവിടെ കൊണ്ടുവരും. അത് ഞാനും ഇവളും ഡ്രോ ചെയ്യണം. അത് ആർക്കാണ് കൂടുതൽ പെർഫെക്ഷൻ നിങ്ങൾ താഴത്ത് കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ ഒരു സാധനം കൊണ്ടുവയ്ക്കും ഇവിടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ. അത് ഞാനും ഇവളും ഡ്രോ ചെയ്യണം. അതിന് ആർക്കാ പെർഫെക്ഷൻ നിങ്ങൾ കമന്റ് ചെയ്യണം. അങ്ങനൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഗായ്സ് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചലഞ്ച് ഇടണത്. അതുകൊണ്ട് നമുക്ക് അധികം എക്സ്പീരിയൻസ് ഒന്നും ഇല്ല അല്ലേ? യെസ്, നമ്മള് ഓക്കെ. അപ്പൊ ബാക്കിക്കാരെ നേരെ വീട്ടിലോട്ട്. അപ്പൊ ഗായ്സ് നമ്മള് ഫസ്റ്റ് സാധനം എടുക്കുന്നത് ഇവളാണ് അല്ലേ? യെസ്, അപ്പൊ എടുത്തിട്ട് വാ. തട്ടിടാതെ പോയ ഗായ്സ്, എനിക്കറിയില്ല അവളെന്താ എടുത്തിട്ട് വരണം. ഈ ഒരു സാധനം എടുത്തിട്ടുള്ളേ. ഇത് മറ്റേ നമ്മുടെ പപ്പയുടെ മറ്റേ ഇതില്ലേ, മറ്റേ അടിക്കുന്നത് ടീഷർട്ട് പോലത്തെ, അതാണ് എടുത്തത്. അപ്പോൾ ഫസ്റ്റത്തെ സാധനം നമ്മുടെ ഇതാണ് അല്ലേ? അപ്പോൾ എനിക്ക് എല്ലാം പേപ്പറുണ്ട്, അവൾക്ക് പേപ്പറുണ്ട്. അപ്പോൾ നമ്മൾ ടൈമർ വെച്ചില്ല. അതാണ് ഒരു ടൈമർ വെക്കണം. നമ്മൾ ഇന്നലെ ഒരു ടൈമിന് വേണ്ടി കളിച്ചായിരുന്നു. 58 സെക്കൻഡ് ആണ് ഉള്ളത്. ഇത് വരില്ല. 3, 2, 1 സ്റ്റാർട്ട്. തീർന്നു. അപ്പോ നമ്മുടെ പിക്ചേഴ്സ് നിങ്ങൾ കാണിച്ചു തരാം. അപ്പൊ ഗൈസ് നമ്മുടെ പിക്ചർ കാണിക്കാൻ പോണേ. ഞാൻ ഇതാണ് വരച്ചിരിക്കുന്നത്. ആരാണ് എനിക്കറിയാം എന്റെ പൊട്ടയാണ്. അങ്ങനൊന്നുമില്ല, അവര് പ്രേക്ഷകര് തീരുമാനിക്കും. ചിലപ്പോ നിന്റെ പേര് പറയൂര്. കേസിലുണ്ടോ? എന്റെ ഫ്രണ്ട്സ് ഒക്കെ തന്നെയാണ് കൂടുതൽ ഇഷ്ടമാക്കുന്നത്. ഉണ്ടോ? ഞാൻ വരച്ചത് ഇത്, ബെൽവ വരച്ചത് ഇത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. അടുത്തത് ഞാനാണ് എടുത്തിട്ട് വരേണ്ടത്. അത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. നമ്മള് ഹോം മെയ്ഡ് പെൻ. ഇത് ഹോം മെയ്ഡ് പെന്നാണ്. ഇത് ബെൽവ ഉണ്ടാക്കിയത്. ഇത് ഞാൻ ഉണ്ടാക്കിയത്. ഇത് എന്താ മനസ്സിലായ? ക്യാരക്ടറാണ്. അപ്പോ ഞാന് അടുത്ത സാധനം എടുത്തിട്ട് വരാം. അവിടെ നിന്നോട്ടാ. ഞാൻ കാണിക്കട്ടെ. പൗഡർ എന്ന് ഞാൻ ഇത് ഉപയോഗിക്കാറില്ല കേട്ടോ. പൗഡറാണ് അടുത്ത് നമ്മള്. അപ്പൊ ഫസ്റ്റ് നമ്മള് ഇതാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അടുത്തത് ഞാൻ നേരത്തെ വരച്ചു. പേപ്പർ വേസ്റ്റ് ഉണ്ട് കേട്ടോ. നേരത്തെ വെച്ചിട്ട് അപ്പുറത്ത് വെച്ചാൽ മതി, അല്ലെങ്കിൽ പിന്നെ. അപ്പൊ നമ്മൾ ടൈമർ വെക്കാണ്. ഇപ്പൊ ഒരിക്കല് എന്താന്ന് ടൈമറോ വെക്കണം. ഈടാ ഗൈസ്, ടൈമർ വെച്ചില്ലെങ്കിലേ നമുക്ക് പെട്ടെന്ന് പെർഫെക്ഷനോട് ജയിക്കാൻ പറ്റും. ചിലതൊക്കെ ഞാൻ കട്ടുന്നുണ്ട്. അപ്പൊ ഗൈസ് നേരത്തെ പോലെ 58 സെക്കൻഡ് തന്നെയാണ്. ഓക്കെ, അപ്പോ ഇതാണ് വരയ്ക്കണേ. ഇപ്പൊ 3, 2, 1 സ്റ്റാർട്ട്. എനിക്ക് നല്ല പെർഫെക്ഷൻ ഗൈസ്. ഇതിന് ഞാൻ എന്തായാലും പെർഫെക്ഷൻ എടുക്കില്ല. കാരണം വെച്ചാല് സമയം കുറച്ചുള്ളത് കൊണ്ട് ഞാൻ ചാള പറഞ്ഞു വരച്ചിലേക്ക് ഒട്ടും പെർഫെക്ഷൻ കിട്ടില്ല. ഇപ്പൊ ഗൈസ് നമുക്ക് നോക്കാം. ഞാൻ പേര് എഴുതില്ല ഗൈസ്. ഞാനൊരു സൈൻ പോലെയാണ് ഇട്ടത്. ഇവിടെ ഇട്ടില്ല കട്ട്. ഇവിടെ എൻജോയ് സമയം. 3, 2, 1 സ്റ്റാർട്ട്.
ഫസ്റ്റ് എന്നെ കാണിച്ചെടുക്കാം. ഇതാണ് എൻ്റെ പൗഡർ. ബെൽവയുടെ ആണിത്. പിന്നെ ഇതാണ് നമ്മുടെ റിയൽ പൗഡർ. യെസ്, റിയൽ പൗഡർ. എനിക്കറിയാം, പറഞ്ഞില്ല, എനിക്കറിയാം. കാരണം ഇത്ര സാധനം നമുക്ക് ഇത്ര ചെയ്യാൻ പറ്റില്ല. അടുത്ത സാധനം നമ്മുടെ ബെൽവ കിട്ടി എടുക്കണം. അപ്പൊ ഗൈസ് അവൾ എന്താ എടുക്കണമെന്ന് എനിക്കറിയാം. ഗൈസ് ഞാൻ എത്തി. എടുത്തോ? അവിടെ ടേബിൾ വെക്കുന്നു. ഞാനൊക്കെ എങ്ങനെ ഒരിക്കൽ ഇതിനുള്ളൊക്കെ വരയ്ക്കണോ? സ്റ്റേപ്ലർ. നെക്സ്റ്റ് ഐറ്റം റോക്കോ. ഇത് ഇതിന്റെ ഉള്ളൊക്കെ എങ്ങനെ വരയ്ക്കുന്നു? ഉള്ളൊന്നും ഇത്രയും ഓക്കെ ഗൈസ്, നമ്മള് വരയ്ക്കാൻ പാടില്ല. അപ്പൊ ഗൈസ് നമ്മള് ടൈമർ വെക്കാണ്. അത് നമുക്ക് പോകാം. പേപ്പർ വേണ്ട, ഇത് തന്നെ വരച്ചാൽ മതി. അപ്പോൾ ഇത് പോയി. ഓക്കെ, 58 seconds. അപ്പോൾ കുറച്ചുകൂടി ടാസ്ക് ആവാം. നമ്മളിത് 34 സെക്കൻഡ് ആക്കി വെക്കാണ്. ഓക്കെ, യെസ് ഗൈസ്. നാളെ നമ്മൾ വെറൈറ്റി ചലഞ്ച് ആയിട്ട് വരും അല്ലേ? യെസ്. അപ്പോൾ 3, 2, 1 സ്റ്റാർട്ട്. ഇത് കുറച്ച് ടാസ്ക് ആണ്. ഗൈസ് ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തില്ല. ഫുൾ കംപ്ലീറ്റ് ഒന്നും ചെയ്തില്ല. നമുക്ക് 50 തന്നെ വെക്കാം. അതിന് വെക്കാൻ പറ്റുള്ളൂ. ഗൈസ് എനിക്കറിയാം, ഞാൻ ഇതിങ്ങനെ മറിക്കാൻ ഞാൻ വെച്ചത് ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ആക്കിയില്ല. എന്നെ നോക്ക്, നമ്മൾ വിചാരിക്കില്ല ഗൈസ്. ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ആക്കിയില്ല ഗൈസ്. കണ്ടോ? എന്തായാലും പെർഫെക്ഷൻ ഇല്ലാന്ന് എനിക്കറിയാം. ഫസ്റ്റ് ആയിട്ട് ആരും എടുക്കണം? ഞാനല്ലേ? ഗൈസ് ഓറിയോ ആണ് അവൾ എടുക്കണേ. ഓറിയോ ആണ് നമ്മുടെ. ഇത് ഇങ്ങനെയാണ് വരയ്ക്കുന്നത് ഗൈസ്. ഇങ്ങനെയാണ് ഇത്, ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ നമുക്ക് കാണും. ഓക്കെ, അപ്പോൾ നമ്മൾ വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 3, 2, 1 സ്റ്റാർട്ട്. ഞാൻ ടൈം വെക്കാണ്. ഇതിൽ 50 സെക്കൻഡ് ആണ്. നമുക്ക് അതുകൊണ്ടൊന്നും ആവുന്നില്ല. അതുകൊണ്ട് 3, 2, 1 സ്റ്റാർട്ട്. ഇത് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇത് മിൽക്കാണെന്നറിയില്ല. ഗൈസ് എന്റെ ഞാനിത് ക്ലോസ് ഇട്ടു. സമയം തീർന്നു. കാണുന്നില്ല. ഈ എല്ലാം കൂടി വരച്ചിട്ട് ഓറിയോ. ഇന്ന് എനിക്ക് ഡാൻസ് ഉണ്ട്. ഡാൻസ് ഉണ്ട്, ഭരതനാട്യമാണ്. കണ്ട, ഞാൻ ഇതാണ് വരച്ചത്. ഇതാണ്. അപ്പോൾ അവ എടുത്തിട്ട് തന്നെ പെട്ടെന്ന് സമയം പെട്ടെന്ന് കാണാം. ചേട്ടൻ വന്നാൽ നമുക്ക് ഈ മൊബൈൽ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ ഇത് നമ്മളെ കാണുന്നില്ല. കുഴപ്പമില്ല. അങ്ങനെ വെക്കാൻ. ഇതെന്റെയാ. ഓക്കെ, അപ്പം 3, 2, 1 go start. ആളെ പിന്നെ ഭയങ്കര ഒരു ലീഫ് അങ്ങനെ പറ്റില്ല മോളെ. അത് എന്നെ അഞ്ചോടുന്നു. ഇതാണ് ഞാൻ വരച്ചത്. ഞാൻ വരച്ചത് ഇതാണ്. സോറി പക്ഷേ നമുക്ക് തെളിച്ചിരിക്കുന്നു അവിടെ. ഇനി നീയല്ലേ കൊണ്ടുപോകണേ? ഞാനാണ് കൊണ്ടുവന്നത്. ഈ പേപ്പർ എടുത്തിട്ട് ഇത് നമുക്ക് ന്യൂ പേപ്പർ എത്തിയിട്ടുണ്ട്. മീനിന്റെ തീറ്റയാണ്. വേറെ ഒന്നും കണ്ടില്ലേ? മീനിന്റെ തീറ്റ എടുത്തിട്ടുണ്ട്.
ട്രോപ്പിക്കൽ ഫിഷ് ഗൈസ് അപ്പോൾ ഞാൻ പറ്റില്ല. ഓക്കെ 201 ഗൈസ് പെട്ടെന്ന് ചേട്ടൻ വരാറായി, അതുകൊണ്ട് പെട്ടെന്ന് തീർക്കാം. ഗൈസ് ഇത് ലാസ്റ്റ് റൗണ്ട് ആട്ടോ. യെസ് ലാസ്റ്റ് റൗണ്ട് ആണ്. ഇതിലാരെ ജയിക്കണം അവരെ നമ്മൾ നോക്കല്ലോ. നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ 3, 2, 1. നമ്മുടെ റിയൽ പെർഫെക്ഷൻ ഇതൊന്നും അല്ല അല്ലേ, നമ്മളെ കുറച്ചും കൂടി നന്നായിട്ട് വരിക്കുന്നു. ഇത് എത്ര വട്ടം നമ്മൾ പറയും. ഓക്കെ ഇതാണ് ഞാൻ വെച്ച ട്രോപ്പിക്കൽ ഫിഷ്. ഞാൻ വരച്ച ഇതാണ് കുഞ്ഞു കുട്ടിയ. ഇതിൽ ആരെയാണ് അടിപൊളി കമന്റ് ബിലോ. ഉറപ്പായിട്ട് കമന്റ് ടൈമാണ്. ട്രോപ്പിക്കൽ ഫിഷിന്റെ എച്ച് ഇവിടെ ബാക്കി സ്ഥലത്ത് പോയി. കുഴപ്പമില്ല ഗൈസ്. ഇത് കുറച്ച് വലുതാണ്, ഇത് കുറച്ച് ചെറുതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡ് ചെയ്യാൻ സമയമായി. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.